നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട ബി.ജെ.പി. 47 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടികയാണ് പുറത്തുവിട്ടത്. സമീപകാലത്ത് CPI, കോൺഗ്രസ് പാർട്ടികൾ വിട്ട ബി.ജെ.പിയിൽ ചേർന്നവരും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത് ഷാ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പങ്കെടുത്ത യോഗത്തിനു ശേഷമാണ് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായതെന്ന് ബി.ജെ.പി. വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്ത്, മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്ത് നിന്നും ജനവിധി തേടും. കോഴിക്കോട് നോർത്തിൽ നവ്യ ഹരിദാസും പാലക്കാട് ശോഭാ സുരേന്ദ്രനും തൃശൂരിൽ പത്മജ വേണുഗോപാലും മത്സരിക്കും. ഒറ്റപ്പാലത്ത് മേജർ രവിയും പാലായിൽ ഷോൺ ജോർജും പൂഞ്ഞാറിൽ PC ജോർജും സ്ഥാനാർത്ഥികളാകും. വട്ടിയൂർക്കാവിൽ മുൻ DGP R ശ്രീലേഖയും കഴക്കൂട്ടത്ത് V മുരളീധരനും മത്സരിക്കും. കാട്ടാക്കടയിൽ PK കൃഷ്ണദാസും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് P സുധീറുമാണ് പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഉദുമയിൽ മനുലാൽ, മേലോത്ത് കാഞ്ഞങ്ങാട് ബാലരാജ് M, പയ്യന്നൂരിൽ AP ഗംഗാധരൻ, അഴീക്കോട് KK വിനോദ് കുമാർ, കണ്ണൂരിൽ C രഘുനാഥ്, വയനാട് മേഖലയിൽ മാനന്തവാടിയിൽ P ശ്യാംരാജും സുൽത്താൻ ബത്തേരിയിൽ കവിത AS മത്സരിക്കും. കോഴിക്കോട് ജില്ലയിൽ വടകരയിൽ അഡ്വക്കേറ്റ് K ദിലീപ്, കുറ്റാടിയിൽ രാമദാസ് മണലേരി, നാദപുരത്ത് CP ബിപിൻ ചന്ദ്രൻ, കൊയിലാണ്ടിയിൽ CR പ്രഫുൽ കൃഷ്ണൻ, പേരാമ്പ്രയിൽ M മോഹനൻ മാസ്റ്റർ, ബാലശ്ശേരിയിൽ CP സതീശൻ, എലത്തൂരിൽ T ദേവദാസ്, കോഴിക്കോട് സൗത്തിൽ T രനീഷ്, ബേപ്പൂരിൽ അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു, കുന്നമംഗലത്ത് VK സജീവൻ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. ഷൊർണൂരിൽ ശങ്കു T ദാസ്, മലമ്പുഴയിൽ C കൃഷ്ണകുമാർ, ചേലക്കരയിൽ K ബാലകൃഷ്ണൻ, മണലൂരിൽ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, ഇരിങ്ങാലക്കുടയിൽ സന്തോഷ് ചേരാകുളം, ദേവികുളത്തെ രാജേന്ദ്രൻ, വൈക്കത്ത് K അജിത്, കാഞ്ഞിരപ്പള്ളിയിൽ അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ എന്നിവരും മത്സര രംഗത്തുണ്ട്. അമ്പലപ്പുഴയിൽ അരുൺ അനിരുദ്ധൻ, ഹരിപ്പാട് സന്ദീപ് വചസ്പതി, ചെങ്ങന്നൂരിൽ MV ഗോപകുമാർ, തിരുവല്ലയിൽ അനൂപ് ആന്റണി ജോസഫ്, കരുനാഗപ്പള്ളിയിൽ VS ജിതിൻ ദേവ്, കുന്നത്തൂരിൽ രാജീവ് പ്രസാദ്, കൊട്ടാരക്കരയിൽ R രശ്മി, ചാത്തന്നൂരിൽ BB ഗോപകുമാർ, നെടുമങ്ങാട് യുവരാജ് ഗോകുൽ, പാറശാലയിൽ അഡ്വക്കേറ്റ് ഗിരീഷ് നെയ്യാർ എന്നിവരെയും ആദ്യ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം കേരളത്തിൽ ആദ്യത്തെ BJP പ്രതിനിധിയെ നിയമസഭയിലെത്തിച്ച നിയോജക മണ്ഡലമാണ് നേമം. കേരളത്തിലെ മുഴുവൻ BJP പ്രവർത്തകരെയും ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ചാണ് 2016 CPM സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തിൽ BJP MLA കേരള നിയമസഭയിലേക്ക് ചരിത്രത്തിലാദ്യമായി കാലെടുത്ത് വയ്ക്കുന്നത്. 1957 നേമം നിയോജക മണ്ഡലം നിലവിൽ വന്നത്. PSP സ്ഥാനാർത്ഥിയായ P വിശ്വംഭരനെ 1839 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി CPI സ്ഥാനാർത്ഥിയായ M സദാശിവനാണ് നേമം മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട കേരള നിയമസഭാ ജനപ്രതിനിധി. 1982 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി K കരുണാകരൻ മാളയിലും മത്സരിക്കുകയും രണ്ടിടത്തും വിജയിക്കുകയും ചെയ്തു. മാള മണ്ഡലം നിലനിർത്തിയ കരുണാകരൻ നേമത്ത് രാജിവെച്ചു. തുടർന്ന് 1983 മാർച്ചിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ CPMലെ VG തങ്കപ്പൻ 4289 വോട്ടുകൾക്ക് കോൺഗ്രസിലെ E രമേശൻ നായരെ പരാജയപ്പെടുത്തി. പിന്നീട് നടന്ന 3 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും തുടർച്ചയായി കോൺഗ്രസ് പരാജയപ്പെട്ടു. 9357 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ CPMലെ വെങ്ങാനൂർ P ഭാസ്കരനെ പരാജയപ്പെടുത്തി മണ്ഡലം തിരികെ പിടിച്ചു. മണ്ഡലം പുനർനിർണയത്തിന് ശേഷം 2011 നടന്ന തിരഞ്ഞെടുപ്പിൽ 43661 വോട്ടുകൾ നേടിയാണ് BJP ശക്തി തെളിയിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.